എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. +1 റിസൾട്ട് ഡേറ്റുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായ വാർത്തയാണ് നിങ്ങളുമായി ഇപ്പോൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെ റിസൾട്ട് സംബന്ധമായ ഏറ്റവും പുതിയ വാർത്തകൾ തത്സമയം ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വച്ചേക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. റിസൾട്ട് സംബന്ധമായ കൂടുതൽ വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് +1 എല്ലാ പരീക്ഷകളുടെയും ഒഫീഷ്യൽ ആൻസർ കീ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഓരോ വിഷയങ്ങളുടെയും ആൻസർ കീ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ആദ്യ കമൻ്റായി ഓരോന്നായി കൊടുത്തിട്ടുണ്ട്. അത് നോക്കി ഓരോ വിഷയങ്ങൾക്ക് എത്ര മാർക്ക് വരെ ലഭിക്കുമെന്ന് ഇപ്പോൾ തന്നെ കണക്ക് കൂട്ടി വച്ചേക്കുക. റിസൾട്ട് വരുമ്പോൾ നിങ്ങളുടെ പ്രതീക്ഷിച്ച മാർക്കിനേക്കാൾ കുറവാണ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മാർക്ക് എത്ര ലഭിക്കുമെന്ന് ഇപ്പോൾ തന്നെ നോക്കി വച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഉപകാരപ്പെടാൻ സാധ്യതയുണ്ട്. ഈ വർഷത്തെ +1 വാല്യുവേഷൻ ഏപ്രിൽ 3 മുതൽ ഏപ്രിൽ 26 വരെ നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. 2 ഘട്ടങ്ങളിലായിട്ടാണ് വാല്യുവേഷൻ നടക്കുന്നത്. ഈ വർഷം അതിവേഗം റിസൾട്ട് പ്രഖ്യാപിക്കാൻ സാധിക്കുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്കുകൂട്ടൽ. കഴിഞ്ഞ വർഷം മെയ് 28-ന് +1 റിസൾട്ട് പ്രഖ്യാപിക്കാൻ സാധിച്ചിരുന്നു. മെയ് അവസാനം വരെ നീളാതെ ഈ വർഷത്തെ റിസൾട്ട് മെയ് 3-ാമത്തെ ആഴ്ചത്തോടെ തന്നെ പ്രഖ്യാപിക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത. അപ്പോൾ ഈ വർഷം +1 പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ലൊരു മാർക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇതുപോലെ എല്ലാ വിദ്യാഭ്യാസ വാർത്തകളും തത്സമയം ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വച്ചേക്കുക. നന്ദി.